കായംകുളം നഗരസഭയിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 28 കുടുംബങ്ങൾക്ക് 5 സെന്റ് വസ്തു വീതം വിലയ്ക്ക് വാങ്ങി നൽകാൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എടുത്ത തീരുമാനം കൃത്യമായി നടപ്പാക്കാതെ അട്ടിമറിച്ച നഗരസഭാ ഭരണ നേതൃത്വം വീഴ്ചയുടെ ധാർമ്മികത ഏറ്റെടുത്ത് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. 28ഓളം കുടുംബങ്ങൾക്ക് നഗരസഭ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന ഭൂമിയാണ്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 28 കുടുംബങ്ങൾക്ക് 5 സെന്റ് വസ്തു വീതം വിലയ്ക്ക് വാങ്ങി നൽകാൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എടുത്ത തീരുമാനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഉദാസീനത കാരണം നഗരസഭയ്ക്ക് നഷ്ടമായതിന്റെ ധാർമ്മികത ഏറ്റെടുത്ത് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 28ഓളം ആളുകൾക്ക് ഭൂമിയും അതിനകത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ധനസഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നു. കായംകുളം നഗരസഭയിലെ 28 ആളുകൾക്കും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെ അതിദരിദ്രർക്കുമാണ് ഇത് കൊടുക്കാമെന്ന് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ തീരുമാനമുണ്ടായത്. എന്നാൽ അതിനകത്തൊരു ഉത്തരവുണ്ടായിരുന്നു. ആദ്യമേ ഭൂമി കണ്ടെത്തി കൊടുക്കുന്ന ആളുകൾക്ക് അവർ നൽകും. കായംകുളം നഗരസഭയിൽ അതിനകത്ത് വലിയ അനാസ്ഥയുണ്ടായി. ഒരാളൊഴിച്ച് ഒരാളിന് മാത്രമാണ് ഭൂമി കണ്ടെത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞത്. പോയിട്ട് 27 ആളുകളുടെയും ലിസ്റ്റ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഒഴിവാക്കി. ഇന്നലെ ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നത് അവർ 8 പേർക്കോ മറ്റോ കൊടുക്കുമെന്നാണ്. പോയിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും നഗരസഭ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. നഗരസഭ അതിർത്തിയിൽ പലയിടത്തും ഭൂമി ഉണ്ടായിട്ടും പലരും ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും താല്പര്യപൂർവ്വം ഏറ്റെടുക്കാതെ കറ്റാണത്തിന് വടക്ക് ഒരു പഞ്ചായത്തിൽ പോയി ബാങ്കിലിരിക്കുന്ന ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്ന 1 ഏക്കർ ഭൂമി സെൻറ്റിന് 50,000 രൂപയാണെന്ന് വില സമ്മതിച്ച് ആരും അറിയാതെ നഗരസഭയിൽ കൊണ്ടുവന്ന് കൗൺസിലിൽ വെച്ച് അജണ്ട പാസ്സായി എന്ന് പറഞ്ഞ് ധിക്കാരത്തോടുകൂടി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. വെള്ളം കയറുന്ന ഭൂമിയാണിത്. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭൂമിയാണ്. ഇവിടെയുള്ള 27 കുടുംബങ്ങളെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചാൽ മഴക്കാലത്ത് അവർ ദുരിതക്കയത്തിലാകും. അതുമാത്രമല്ല, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 5 സെൻറ്റ് ഭൂമി വീതം വാങ്ങി നൽകാനാണ് 2.5 ലക്ഷം രൂപ വെച്ച് കൊടുത്തത്, തരാമെന്ന് പറഞ്ഞത്. നഗരസഭ ഇപ്പോൾ 2.5 സെൻറ്റ് ഭൂമിയാണ് ഒരാളിന് കൊടുക്കാമെന്ന് പറയുന്നത്. 2.5 സെൻറ്റ് ഭൂമിയിൽ ഒരാളിന് വീട് വെച്ച് താമസിക്കാൻ കഴിയുമോ? ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 5 സെൻറ്റ് ഭൂമി തന്നെ നഗരസഭയും വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് അടിയന്തരമായി ചെയർപേഴ്സൺ ആ തീരുമാനം മാറ്റണം. 5 സെൻറ്റ് ഭൂമി ഈ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും കൊടുക്കുവാൻ ചെയർപേഴ്സണും ഭരണാധികാരികളും തയ്യാറാകണം. അതല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന് കായംകുളം നഗരസഭയ്ക്ക് വേണ്ട വസ്തു വാങ്ങിച്ചു തരാമെന്നും പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം കായംകുളം നഗരസഭയ്ക്ക് കൊടുത്തപ്പോൾ കായംകുളം നഗരസഭ വസ്തുവായി ബന്ധപ്പെട്ട് സമയബദ്ധമായ ആ വസ്തു എടുത്തു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വസ്തു വാങ്ങിച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് 5 സെൻറ്റ് ഉള്ള വസ്തു വാങ്ങിച്ചു കൊടുക്കാനുള്ള അതിൽ നിന്ന് പിന്മാറി. അത് ആരാണ് ഉത്തരവാദി? കായംകുളം നഗരസഭയിലും ചെയർപേഴ്സൻ്റെ അടുത്ത് നേരിട്ട് വിളിച്ചു പറഞ്ഞാണ് ചിറ്റിലപ്പള്ളി. ആ സമയത്ത് വസ്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട്, അവർ കഴിവില്ലാത്തത് കൊണ്ട് ചിറ്റിലപ്പള്ളി ആ പൈസ കൊടുക്കാൻ പറ്റിയില്ല അവർക്ക്. ഇപ്പോൾ കായംകുളം നഗരസഭയിലെ തനത് ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ഉപയോഗിച്ച് ബാങ്കിൽ കിടക്കുന്ന ഒരു വസ്തു, ജപ്തി കിടക്കുന്ന ഒരു വസ്തു അതെടുക്കാൻ വേണ്ടിയാണ് ചെയർപേഴ്സണും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാദമായ വസ്തുക്കളിൽ ചെന്ന് ഇടപെടുകയും അതിന് വേണ്ട വിധം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നട്ടം തിരിയുന്ന ഒരു ചെയർപേഴ്സൺ ഭരണ നേതൃത്വം കായംകുളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ പഞ്ചായത്തുകളിൽ പോലും സ്ഥലം കണ്ടെത്തി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ അറിയിച്ചപ്പോൾ നഗരഭരണ നേതൃത്വം വസ്തു ഏറ്റെടുക്കുന്നതിൽ അഴിമതി എങ്ങനെ നടത്താമെന്ന ഗവേഷണത്തിലായിരുന്നു. ഭൂമി നഷ്ടമാകുമെന്ന് കണ്ടപ്പോൾ സഹകരണ ബാങ്കിൽ ജപ്തി നേരിടുന്ന വെള്ളം കയറുന്ന ഭൂമി തൊട്ടടുത്ത മറ്റൊരു സ്ഥലത്ത് പോയി ഏറ്റെടുക്കാൻ
പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും അറിയാതെ 50 ലക്ഷം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാൻ നടപടി സ്വീകരിച്ചത് എന്തിനാണെന്ന് വെളിപ്പെടുത്തണമെന്നും നേതാക്കൾ പറഞ്ഞു. നഗരസഭാ ചട്ടം 22D8 പ്രകാരം നഗരസഭാ ഫണ്ട് ചിലവഴിക്കുന്നതിന് മുമ്പ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഇത് തന്നെയുമല്ല, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 5 സെന്റ് ഭൂമിയാണ് പാവപ്പെട്ടവർക്ക് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ 2.5 സെന്റ് ഭൂമിയാണ് നഗരസഭ നൽകാൻ പോകുന്നത്. അതിദരിദ്രരുടെ കാര്യത്തിൽ പോലും മാന്യമായും സത്യസന്ധമായും തീരുമാനമെടുക്കുന്നതിന് ഭരണ നേതൃത്വത്തിന് കഴിയാതെ വരുന്നത് വൻ വീഴ്ചയാണ്. 28 കുടുംബങ്ങൾക്ക് വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന ഭൂമിയാണ്. ബാധ്യതയുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് പരിശോധിക്കണം. ഫിനാൻസ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയ ഈ നടപടിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കൗൺസിലർമാരായ K പുഷ്പദാസ്, ബിജു നസ്രുള്ള, അൻസാരി കോയിക്കലേത്ത്, സുമിത്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.